ഹോളോകോസ്റ്റ് സമയത്ത് പോളണ്ടിലെ ക്രൊക്കോവില്ലിൽ തന്റെ ഇനാമൽ ഫാക്ടറിയിൽ ലാഭത്തിനായി ജൂത തൊഴിലാളികളെ ചൂഷണം ചെയ്തു വരുന്ന തന്ത്രശാലിയായ ജർമ്മൻ വ്യവസായിയായ ഓസ്കാർ ഷിൻഡ്ലർ. എന്നിരുന്നാലും നാസികൾ ചെയ്യുന്ന ക്രൂരതകൾക്ക് അയാൾ സാക്ഷിയാകുമ്പോൾ ഷിൻഡ്ലർ അഗാധമായ ഒരു മാറ്റത്തിന് വിധേയനാകുന്നു. തന്റെ യഹൂദ തൊഴിലാളികളെ തടങ്കൽ പാളയത്തിലേക്കുള്ള നാടുകടത്തലിൽ നിന്ന് രക്ഷിക്കാൻ ഷിൻഡ്ലർ തന്റെ സമ്പത്തും സ്വാധീനവും ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഒടുവിൽ അവരെ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്നു. മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥ വിലയെക്കുറിച്ചുള്ള ഷിൻഡ്ലറുടെ വൈകാരിക തിരിച്ചറിവിലും നാസി ഭരണകൂടത്തിന്റെ പിടിയിൽ നിന്ന് കഴിയുന്നത്ര ആളുകളെ രക്ഷിക്കാനുള്ള അവന്റെ തീവ്ര ശ്രമത്തിലും സിനിമ അവസാനിക്കുന്നു. സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1000-ലധികം ജൂത അഭയാർത്ഥികളെ ഉന്മൂലനാശത്തിൽ നിന്ന് രക്ഷിച്ച ജർമ്മൻ വ്യവസായിയായ ഓസ്കർ ഷിൻഡ്ലറുടെ കഥയാണ്. ഈ സിനിമ കേവലം ഒരു ചരിത്ര നാടകം മാത്രമല്ല, ക്രൂരതകൾക്കും അനുകമ്പയ്ക്കുമുള്ള മനുഷ്യന്റെ കഴിവിനെക്കുറിച്ചുള്ള അഗാധമായ ധ്യാനമാണ്. ഓസ്കാർ ഷിൻഡ്ലറുടെ യഥാർത്ഥ കഥ വിവരിക്കുന്ന തോമസ് കെനീലിയുടെ ഷിൻഡ്ലേഴ്സ് ആർക്ക് എന്ന നോവലിൽ നിന്നാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റിന്റെ പ്രചോദനം. സ്പിൽബർഗിന് പുസ്തകത്തിൽ ആഴത്തിൽ വികാരം തോന്നിയ ഷിൻഡ്ലറുടെ ശ്രദ്ധേയമായ കഥ സ്ക്രീനിൽ കൊണ്ടുവരാൻ അദ്ദേഹം നിർബന്ധിതനായി. ഹോളോകോസ്റ്റിന്റെ ഭീകരതയുടെ വേട്ടയാടുന്ന ചിത്രീകരണത്തിന് ആധികാരികത നൽകിക്കൊണ്ട് പോളണ്ടിലെ ലൊക്കേഷനിലാണ് സിനിമ ചിത്രീകരിച്ചത്. By law, I have to tell you, sir, I'm a Jew. Well, I'm a German. So there we are. ഈ സിനിമ ലോക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയ സിനിമകളിൽ ഒന്നാണ്. സിനിമ കണ്ടിട്ടില്ലാത്തവർ പോലും ഈ സിനിമയെക്കുറിച്ച് അറിയാൻ ഒരു കാരണമുണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ ഒരു പ്രത്യേക ഷോട്ട്. ഹോളോകോസ്റ്റിന്റെ ക്രൂരതകൾക്കിടയിൽ ഒരു കൊച്ചു പെൺകുട്ടി ചുവന്ന കോട്ട് ധരിച്ച് തെരുവിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രംഗം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരിക്കെ പെൺകുട്ടിയുടെ കോട്ട് രക്തത്തിന്റെ നിറമുള്ള ചുവപ്പിൽ സ്ക്രീനിൽ നിറയുമ്പോൾ അത് വരാനിരിക്കുന്ന ക്രൂരതകളുടെ ഒരു പരമ്പര മുൻകൂട്ടി പറയുന്നത് പോലെ അനുഭവപ്പെടുന്നു. മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകനും ഉൾപ്പെടെ 7 അക്കാദമി അവാർഡുകൾ നേടി ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ വ്യാപകമായ നിരൂപക പ്രശംസ നേടി. They say your factory is a haven. They say you are good. Who says that? Everyone. നിരൂപക പ്രശംസകൾക്കപ്പുറം ഈ ചിത്രം ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ അഗാധമായ സ്വാധീനം ചെലുത്തി. ഹോളോകോസ്റ്റിനെ കുറിച്ചും സങ്കല്പിക്കാനാവാത്ത തിന്മയുടെ മുഖത്ത് മനുഷ്യദയയുടെ ശാശ്വത ശക്തിയെക്കുറിച്ചും സുപ്രധാന സംഭാഷണങ്ങൾക്ക് ഇത് തുടക്കമിട്ടു. Power is when we have every justification to kill, and we don't. The list is life. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് മനുഷ്യാത്മാവിന്റെ പ്രതിരോധ ശേഷിയുടെ കാലാതീതമായ സാക്ഷ്യവും ചരിത്രത്തിലെ ഇരുണ്ട അധ്യായങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലുമായി തുടരുന്നു. Whoever saves one life saves the world entire.